ശർമിയം വാസ്തുവിദ്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി പറയാൻ പോകുന്ന കാജം എന്ന് പറയുന്ന ഒരു നിർമ്മിതിയെക്കുറിച്ചാണ്. മാനസാരം നിർമ്മിതിയിൽ കാജം എന്ന നിർമ്മിതി കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിന് സാമാന്യമായ ചില കാര്യങ്ങൾ പറയും. കാജം എന്ന നിർമ്മിതി കിഴക്കിനി ഉണ്ടാവും, പടിഞ്ഞാറ്റിനി ഉണ്ടാവും, പക്ഷെ തെക്കിനിയും വടക്കിനിയും ഉണ്ടാവില്ല. ഈ രണ്ടും കൂടിച്ചേരാതെ നിൽക്കുന്നു. കൂടുതലായിട്ട് ഇത് വീടുകളല്ല ഉണ്ടാവുക. കൂടുതലായിട്ട് ഈ നിർമ്മിതികൾ വ്യാപാര സമുച്ചയങ്ങൾ ഒരു വലിയ സ്ഥലത്ത് സെൻറ്ററിലൊക്കെ നമ്മളിങ്ങനെ രണ്ട് മുട്ടാതെ, അതായത് യോജിച്ച് നിൽക്കാതെ അപ്പുറത്ത് രണ്ട് നിർമ്മിതി പണിയുന്ന സമയത്ത് പടിഞ്ഞാറ്റിനിയും കിഴക്കിനിയും പണിയുമ്പോൾ, അതായത് രണ്ട് നിർമ്മിതികൾ പരസ്പരം ഇങ്ങനെ പടിഞ്ഞാട്ടും കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന നിർമ്മിതികളാണ് കാജം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ അതിൻ്റെ ദോഷഫലങ്ങൾ, ആ നിർമ്മിതി വ്യാപാരം മെച്ചപ്പെടില്ല, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ശ്രേയസ്സുണ്ട്, ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നിർമ്മിതികൾ ഒഴിവാക്കണമെന്ന് മാനസാരം കൃതിയിൽ പറയുന്നുണ്ട്. കൂടുതൽ വ്യാപാര സമുച്ചയങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള നിർമ്മിതികൾ വരാം, വീടുകൾ സാധാരണ ഉണ്ടാവാറില്ല. ഇതാണ് കാജം എന്ന നിർമ്മിതിയെക്കുറിച്ച് പറയണം. അതുപോലെ തന്നെ പടിഞ്ഞാറ്റിനിയും അതുപോലെ തെക്കിനിയും, പടിഞ്ഞാറ്റിനിയും തെക്കിനിയും, അതായത് കൂടിച്ചേരാതെ നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ എൽ ഷേപ്പ് പോലെ നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചല്ല. അപ്പോൾ പടിഞ്ഞാറ്റിനിയും തെക്കിനിയും മുട്ടാതെ, ബന്ധപ്പെടാതെ അതിൻ്റെ ഇടയിൽ ഒരു ഇടനാഴിയൊക്കെ ആയിട്ട് പണിയുന്ന, അങ്ങനെ ചില വ്യാപാര സമുച്ചയങ്ങൾ പണിയുന്ന സമയത്ത് അത് ഏറ്റവും ഉത്തമമായിട്ട് പറയും. കാരണം പടിഞ്ഞാറ്റിനി ഉണ്ട്, തെക്കിനി ഉണ്ട്, അതിൻ്റെ ഇടയിലൊരു കോറിഡോർ വരുമ്പോൾ അത് നല്ലൊരു നിർമ്മിതിയായിട്ട് പറയുന്നു. അതുപോലെ വടക്കിനി ഉണ്ട്, കിഴക്കിനി ഉണ്ട്. അതായത് തെക്കോട്ട് മുഖമായിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ പടിഞ്ഞാട്ട് മുഖമായിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ കോർണർ തമ്മിൽ യോജിച്ച് നിൽക്കില്ല. അതിൽ ഇടനാഴിയോ മറ്റു റോഡോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ വ്യാപാര സമുച്ചയത്തിനും ശ്രേയസ്സില്ല അല്ലെങ്കിൽ ഐശ്വര്യമില്ലാത്ത നിർമ്മിതിയായിട്ടാണ് വാസ്തു പോസിറ്റീവായിട്ട് എനർജി വരാത്ത, അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാവാത്തൊരു വ്യാപാര സമുച്ചയമായിട്ട് ഇതിനെ കരുതാം എന്നാണ് വാസ്തു ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ കിഴക്കിനി ഉണ്ടാവും, അതുപോലെ തന്നെ പടിഞ്ഞാറ്റിനി ഉണ്ടാവും. അപ്പോൾ തെക്കിനിയും വടക്കിനിയും ഉണ്ടാവില്ല. ഇത് രണ്ടും ഇങ്ങനെ, അതായത് രണ്ടും പരസ്പരമായിട്ട് നോക്കി നിൽക്കുന്ന ഗ്രഹത്തിനെ ഒരു നല്ല നിർമ്മിതിയായിട്ട് നമുക്ക് ഏറ്റവും ഉത്തമമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വ്യാപാര നിർമ്മാണം ചെയ്യുന്ന അല്ലെങ്കിൽ വ്യാപാര കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതും തെറ്റില്ലാത്തൊരു നിർമ്മിതിയായിട്ട് നമുക്ക് കരുതാം. അപ്പം അങ്ങനെ ഇതിൽ ദോഷമുള്ള നിർമ്മിതിയുണ്ട്, ഗുണമുള്ള നിർമ്മിതികളുമുണ്ട്. അപ്പോൾ കൂടുതൽ പടിഞ്ഞാറ്റിനി തെക്കിനി ഒക്കെ ഉണ്ടാകുന്ന നിർമ്മിതികൾക്കാണ് കൂടുതൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതെന്നാണ് വാസ്തുഗ്രന്ഥങ്ങളിൽ നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വ്യാപാര കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. ചില ഗ്രഹങ്ങൾ, ചില വ്യാപാര സമുച്ചയങ്ങൾ നേരത്തെ ചില വീഡിയോകളൊക്കെ സൂചിപ്പിച്ചിരുന്നു, എന്നൊന്നും കൂടി പറയാം. വടക്കിനി ഉണ്ടാവും, കിഴക്കിനി ഉണ്ടാവും. ചില സ്കൂളുകൾക്കൊക്കെയാണ് അങ്ങനെയുള്ള നിർമ്മിതി ഉണ്ടാവും. അപ്പോൾ അത് ഏറ്റവും ദോഷകരമായിട്ട് സ്കൂളിനെ ബാധിക്കും. സ്കൂള് ഒരു എന്താ പറയുക, കുട്ടികളിൽ അത് കുറഞ്ഞ് വന്ന് അത് അവസാനം നിർത്തേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്ന ചില സ്കൂളുകളൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ദോഷം നോക്കുന്ന സമയത്ത് അതിന് വടക്കിനിയുണ്ട്, അതുപോലെ തന്നെ കിഴക്കിനിയുണ്ട്, പക്ഷേ പടിഞ്ഞാറ്റിനിയും തെക്കിനിയും ഇല്ല. രണ്ടും ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് പോസിറ്റീവ് എനർജി സ്റ്റോർ ചെയ്യാനോ ഐശ്വര്യം സ്റ്റോർ ചെയ്യാനോ ആ അന്തരീക്ഷം മുഴുവൻ പോസിറ്റീവ് എനർജിയാക്കി മാറ്റാനോ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക്, വ്യാപാര കെട്ടിടമാണെങ്കിൽ വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക് യാതൊരുവിധ ഐശ്വര്യമോ സമ്പൽ സമൃദ്ധിയൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് പറയാം. പക്ഷെ നേരെ തിരിച്ച് ഇത് എൽ ഷേപ്പ്
പടിഞ്ഞാറ്റിനും തെക്കിനിയും കൂടിയുള്ള വ്യാപാര സമുച്ചയമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സ്കൂളാണ്. കൂടുതൽ സ്കൂളുകൾക്കാണ് ഇങ്ങനത്തെ കണ്ടിട്ടുള്ളത്. യു ഷേപ്പ് ഉള്ളത്, അതുപോലെ തന്നെ എൽ ഷേപ്പ് ഉള്ളതൊക്കെ സ്കൂളുകൾക്കാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യാപാര കെട്ടിടങ്ങൾ. ഇതൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നിർമ്മിതികൾ, ദോഷമുള്ള നിർമ്മിതികൾ ഒഴിവാക്കി ഗുണമുള്ള നിർമ്മിതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ ആ വ്യാപാരം വർദ്ധിക്കുകയും വ്യാപാര സമുച്ചയം മൊത്തത്തിൽ തന്നെ ഒരു ഐശ്വര്യ സമ്പൽ സമൃദ്ധമാവുകയും പേര് കേൾക്കുകയും ചെയ്യും. സ്കൂളും അതുപോലെ തന്നെ നല്ല പേരുകേട്ട സ്കൂളാവാൻ ഇങ്ങനെയുള്ള നിർമ്മിതികൾ, എതിരായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള നിർമ്മിതികൾ ഒഴിവാക്കി അനുകൂല നിർമ്മിതികൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും.